അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുമായാണ് പ്രണബ് അടുത്ത മാസം 1 ചുമതലയേൽക്കുന്നത്. വരും വർഷങ്ങളിൽ നിരവധി വെല്ലുവിളികൾ സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷത്തെ വിജയത്തിന്റെ ആത്മവിശ്വാസം കൈമുതലായിട്ടുണ്ട്. ഫാബ് ലാബ്സ് സ്കൂൾ കുട്ടികൾക്കായി റാസ്ബെറി പൈ പരിശീലനം, സീഡ് ഫണ്ട് പരിപാടി, 500 കോളേജുകളിൽ ബൂട്ട് ക്യാമ്പുകൾ, സ്റ്റാർട്ടപ്പ് വില്ലേജ് ആപ്ലിക്കേഷൻ, 3 ലക്ഷം ചതുരശ്ര അടിയിലേക്ക് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നിവയാണ് പ്രധാന പദ്ധതികൾ. 500-ലധികം കമ്പനികൾ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഏകദേശം 40 എണ്ണം മാത്രമാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നത്. ബാക്കി എല്ലാവരും കോമൺ ഫെസിലിറ്റി ഉപയോഗിക്കുക അല്ലെങ്കിൽ വന്നു പോവുക ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം സ്ഥലമില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഫാബ് ലാബ് ഉൾപ്പെടെയുള്ള സംരംഭങ്ങളിലൂടെ ഇതിന് മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇതിന് സർക്കാരിന്റെ സഹകരണമാണ് ഏറ്റവും പ്രധാനം. പോളിസി വൈസ് നമ്മൾ വളരെ മുന്നിൽ തന്നെയാണ്. എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷനും നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫാബ് ലാബ് ആണെങ്കിലും ഇതിൽ എല്ലാത്തിലാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ പറയുന്ന 10,000 കമ്പനികളും കേരളം ഒരു ടെക്നോളജി ഡെസ്റ്റിനേഷനും ഇതൊരു സിലിക്കൺ വാലിയായിട്ട് മാറുന്ന എല്ലാ സ്വപ്നങ്ങളും പൂവണിയെ തന്നെ ചെയ്യും. യുവസംരംഭകത്വത്തിന് സംസ്ഥാനത്ത് അടിത്തറയിട്ട സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ അമരത്തേക്ക് പ്രണബ് എത്തുമ്പോൾ ആയിരക്കണക്കിന് സംരംഭകരാണ് ഏറെ പ്രതീക്ഷയോടെ സ്റ്റാർട്ടപ്പ് വില്ലേജിലേക്ക് എത്തുക. MR രാകേഷ്, TV Now, കൊച്ചി.